ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. CGL 2025 ബെസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസിലെ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അരിത്തമെറ്റിക്കിൻ്റെ ഒരുപാട് ചാപ്റ്റേഴ്സും അഡ്വാൻസിൻ്റെ ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, അതുപോലെ ജിയോമെട്രിയുടെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, മാക്സിമം നിങ്ങളുടെ എക്സാം വരെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതും ബെസ്റ്റ് ക്വസ്റ്റ്യൻസ്, എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്ത് നന്നായിട്ട് പഠിച്ചു പോകാം. മുന്നത്തെ ക്ലാസ്സിൽ കണ്ടിട്ടില്ലാത്തവർ ദയവായിട്ട് അതൊക്കെ പോയി കാണുക. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ഏത് എക്സാമിന് വേണ്ടി പഠിക്കുന്നവരായിക്കോട്ടെ, CGLൻ്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. എടുത്ത് പഠിക്കുക, നന്നായിട്ട് പഠിച്ചോളുക. ഫുൾ മാർക്കും വാങ്ങാനായിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നന്നായിട്ട് പഠിച്ച് സെറ്റാക്കുക. അതുപോലെ ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ഇതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആവറേജിൻ്റെ ഓരോരോ ക്വസ്റ്റ്യനായിട്ട് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു ബാച്ചാണ്. നല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ആവറേജ് ദിശ അക്കാഡമി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടും. അത് കണ്ട് ബേസ് സെറ്റാക്കുക. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനും ചെയ്ത് നമ്മളുടെ കൂടുതൽ എക്സാം ക്ലിയർ ചെയ്യാനുള്ള ഒരു വഴിയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂറിങ് എ സ്കൂൾ എക്സ്കർഷൻ ഈച്ച് സ്റ്റുഡൻറ്റ് ഓഫ് ജൂനിയർ സ്കൂൾ വാസ് ചാർജ്ഡ് ₹325 ആൻഡ് ഈച്ച് സ്റ്റുഡൻറ്റ് ഓഫ് സീനിയർ സ്കൂൾ വാസ് ചാർജ്ഡ് ₹400. ഇഫ് there were 80 students from junior school and the combined average amount charged per student was 352, then how many students from senior school went for the excursion? അപ്പോൾ ഇത് നമുക്ക് ആവറേജ് വെച്ച് ചെയ്യാം. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ സം ബൈ നമ്പറാണ്. പിന്നെ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള കൂടുതൽ കാര്യങ്ങളും ഡീവിയേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ വെച്ചാണ്. ഡീവിയേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ വെച്ചിട്ട്, ഇപ്പോൾ ഡീവിയേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്നൊക്കെ നമ്മുടെ ബേസിക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആവറേജിൽ നിന്നുള്ള സമ്മിന് ഉണ്ടാകുന്ന ചേഞ്ചാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് അലിഗേഷൻ എന്ന് പറയുന്ന മാജിക്കൽ മെത്തേഡ് മതി. അലിഗേഷൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ചാനലിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ജൂനിയറും സീനിയറും. ഇപ്പോൾ ജൂനിയർ കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് 80. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ജൂനിയർ കുട്ടികളുടെ നിന്നും വാങ്ങിയ പൈസ എത്രയാണ്? 325 രൂപയാണ്. എന്നാൽ സീനിയർ കുട്ടികളിൽ നിന്നും വാങ്ങിയ ചാർജ് എത്രയാണ്? 400 രൂപയാണ്. പക്ഷേ ഇവർ കമ്പൈൻഡായിട്ട് നോക്കുന്ന സമയത്ത് 352 ഇവരിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ ഇവിടെ നമുക്ക് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ, ആ ഒരു അലിഗേഷൻ്റെ ക്ലാസ് നിങ്ങൾ ഒന്ന് കാണണം. റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ആവറേജ് സം ബൈ നമ്പറാണ്. റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തിൻ്റെ റേഷ്യോ കിട്ടും? നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ റേഷ്യോ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയായിട്ട് ഡിഫറൻസ്? 48. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഇവിടുത്തെ ജൂനിയേഴ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഡിഫറൻസ് എത്ര കിട്ടും? 25ഉം 2 27. അപ്പോൾ 48:27 നമ്മുടെ ജൂനിയേഴ്സിൻ്റെയും സീനിയേഴ്സിൻ്റെയും നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. നമുക്കവിടെ റേഷ്യോ കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമുക്ക് 3 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 16 ഇവിടെ 9 കിട്ടും. അതായത് 16 ജൂനിയർ സ്റ്റുഡൻ്റ് ആണ് ഉള്ളതെങ്കിൽ 9 സീനിയർ സ്റ്റുഡൻ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നു 80 ജൂനിയർ സ്റ്റുഡൻ്റ് ഉള്ളത്. അപ്പോൾ 16 പകരം ഇവിടെ ക്വസ്റ്റിന് തന്നിട്ടുള്ളത് 80 ആണ്. 16 80 ആണെങ്കിൽ എത്ര സീനിയർ സ്റ്റുഡൻറ്റ് ഉണ്ട് അവിടെ എക്സ്കർഷന് വേണ്ടി? 9ൻ്റെ വാല്യൂ ആണ്. 16ൻ്റെ വാല്യൂ 80 ആണെങ്കിൽ 9ൻ്റെ വാല്യൂ 16 × 5 ആണ് 80. 9 5 45. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പേരെക്കാളും പുറകിലായി പോവും കാൽക്കുലേഷൻ സ്പീഡില്ല എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇവിടെ നമുക്ക് അലിഗേഷൻ മെത്തേഡ് വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യും. ഈ അലിഗേഷൻ തന്നെയാണ് വെയ്റ്റഡ് ആവറേജ്. അലിഗേഷനും വെയ്റ്റഡ് ആവറേജും തമ്മിലുള്ള റിലേഷൻ അലിഗേഷൻ്റെ ക്ലാസ് CGL 2023 വേണ്ടി ചെയ്തിട്ടുണ്ട് 3 ക്ലാസ്. അതൊക്കെ എവർഗ്രീൻ ക്ലാസ്സുകളാണ്. അപ്പോൾ അതൊക്കെ മസ്റ്റായിട്ടും കണ്ടിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത്, ഇൻ ₹150 we buys 10 pens for ₹8 each, 10 erasers for ₹5 each and some sharpeners for ₹4 each. What is average price per item? ആവറേജ് പ്രൈസ് പെർ ഐറ്റം ആണ്. അപ്പോൾ ടോട്ടൽ 150 രൂപയാണ്. അതിൽ 10 പേന 8 രൂപയ്ക്ക് 80 രൂപയായി. 10 ഇറേസർ 5 രൂപയ്ക്ക് 50 രൂപയായി. ഇപ്പോൾ 80 130 രൂപയായി. ബാക്കി 20 രൂപയാണുള്ളത്. ഒരെണ്ണത്തിന് 4 രൂപ വെച്ച് എത്രണ്ണം വാങ്ങിക്കാണും? 20/4 5 വാങ്ങിക്കാണും. അപ്പോൾ ഷാർപ്പ്നേഴ്സ് എത്രണ്ണമാണ്? 5 വാങ്ങും. അപ്പോൾ ടോട്ടൽ എത്ര ഐറ്റംസാണ് ഉള്ളത്? 10 പേന, 10 ഇറേസർ, 10 20 5 ഷാർപ്പ്നർ. 25 ഐറ്റം ഉണ്ട് ടോട്ടൽ 150 രൂപയ്ക്ക്. അപ്പോൾ ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പറാണ് നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ 150/25 ₹6 പെർ ഐറ്റം. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 20 സ്റ്റുഡൻസ് ഇൻ എ കോളേജ് വെന്റ് ടു എ ഹോട്ടൽ. 19 ഓഫ് ദം സ്പെൻഡ് 175 ഈച്ച്. 175 ഈച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഓരോരുത്തരും 175 വെച്ച് കൊടുക്കുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്താൽ 19 പേരുടെ ആവറേജ് സ്പെൻഡിങ് എത്രയാണ്? 175 രൂപയാണ്. അപ്പോൾ നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ആൾക്കാരുടെ എണ്ണമാണ്. ഇത് വെച്ചിട്ട് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റും. ഡീവിയേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റൂടെ നമ്മൾ കൊടുക്കണമെന്നേ ഉള്ളൂ.
ഓൺ ദെയർ മീൽ ആൻഡ് 20 സ്റ്റുഡൻറ്റ് സ്പെൻഡ് 19 മോർ ദാൻ ദ ആവറേജ് ഓഫ് ഓൾ 20. അപ്പോൾ 19ാമത്തെ സ്റ്റുഡൻറ്റ് എന്ത് ചെയ്തു? 20ാമത്തെ സ്റ്റുഡൻറ്റ് 19 രൂപ കൂടുതൽ ചെയ്തു ആരേക്കാളും? മുഴുവൻ ആൾക്കാരെ, ഓൾ 20, 20 ആൾക്കാരുടെ ആവറേജിനേക്കാളും. 19 ആൾക്കാരുടെ ആവറേജ് 175ആണ്. എന്നാൽ 20 ആൾക്കാരുടെ ആവറേജിനേക്കാളും 19 രൂപ ആര് കൊടുത്തു? 20ാമത്തെ സ്റ്റുഡൻറ്റ് കൊടുത്തു. ഫൈൻഡ് ദ ടോട്ടൽ മണി സ്പെൻഡ് ബൈ ദ. ടോട്ടൽ മണി സ്പെൻഡ് ബൈ എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു അവരുടെ ആവറേജ് എക്സ് ആണെങ്കിൽ ആ ഒരു ആവറേജാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അലിഗേഷൻ ഉപയോഗിക്കും. അപ്പോൾ അലിഗേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? ആദ്യത്തെ 19 സ്റ്റുഡൻസിൻ്റെ ആവറേജ് സ്പെൻഡിങ് എത്രയാണ്? 175ആണ്. ലാസ്റ്റ് വന്ന പയ്യൻ ഒരാളേ ഉള്ളൂ, ആളൊന്നേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ഓവർ 20 പേരുടെ ആവറേജ് എക്സ് എന്ന് എടുത്താൽ ഈ പയ്യൻ എന്താണ്? 20ാമത്തെ ആൾ സ്റ്റുഡൻറ്റ്, പയ്യനാവാം ഗേളാവാം. അപ്പോൾ എക്സ് പ്ലസ് 19 ആണ് കൊടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഗ്യാപ്പ് നമുക്കറിയാം, എക്സും എക്സ് പ്ലസ് 19 തമ്മിലുള്ള ഗ്യാപ്പ് 19ആണ്. അപ്പോൾ ഈ ഗ്യാപ്പിനെ സൂചിപ്പിക്കുന്ന അതേ വാല്യൂ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. റേഷ്യോ തന്നെയാണ്. 19ൻ്റെ വാല്യൂ ആണ് 19 ഇവിടെ കിട്ടിയത്. അലിഗേഷൻ്റെ ക്ലാസ് ജസ്റ്റ് ഒന്ന് കാണണം കേട്ടോ. അലിഗേഷൻ നിങ്ങൾ നേരത്തെ തന്നെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നേരത്തെ ക്ലാസ്സുകളിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അലിഗേഷൻ്റെ കാര്യം. അപ്പോൾ 19ൻ്റെ വാല്യൂ 19 ആണെങ്കിൽ 1ൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? 1 തന്നെ ആയിരിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 175 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യണം? എക്സിൻ്റെ കൂടെ ഇത് കൂടുവാണ്. അതിൻ്റെ അർത്ഥം ഇത് ചെറിയ വാല്യൂ ഇവിടെ കൂടി 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 വലിയ വാല്യൂയിലോട്ട് പോകും. ഇവിടെ 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂടുമായിരിക്കും. എക്സിൻ്റെ വാല്യൂ എന്ത് തോന്നുന്നു? 175 1 176 നമ്മളവിടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ 20 പേരുടെയും കൂടെ ആവറേജാണ്. ഇപ്പോൾ 20 പേരുടെയും കൂടെ ആവറേജ് 176 ആണെങ്കിൽ ആവറേജ് ഇൻറ്റു നമ്പറാണ് നമ്മളുടെ ടോട്ടൽ സം എന്ന് പറയുന്നത്. അതാണ് ടോട്ടൽ മണി സ്പെൻഡ് ബൈ ദം. അപ്പം 176 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 176 ഇൻറ്റു 2 എത്രയാണ്? 0 2 0 അവസാനിക്കും. 2 0 അവസാനിക്കുന്ന ഓപ്ഷൻ സി ഉള്ളൂ. 3400 120 3520 രൂപയാണ് അവരെന്ത് ചെയ്തത്? ടോട്ടലായിട്ട് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനിയും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. അപ്പോൾ ഈ അലിഗേഷൻ എന്ന് പറയുന്ന മെത്തേഡിൽ തന്നെ ഈ ഒരു ടൈപ്പ് ചെയ്ത് സെറ്റാക്കി എന്ത് ചെയ്യാൻ നോക്കുക? എടുക്കാൻ നോക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇതിൽ ചെയ്തേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ക്വസ്റ്റ്യൻ. യെസ്, ഇവിടെ എന്താ ചെയ്യുന്നത്? സൊനാലി അപ്ലൈഡ് ഫോർ എ ജോബ് ഓഫ് സയൻസ് ടീച്ചർ ഇൻ എ സ്കൂൾ. In the test for job, she scored 8 in physics, 8 in chemistry, 6 in biology and 6.5 in interview. For calculating the final score, weightage of 2, 3, 3, 4 were assigned to physics, chemistry, biology and interview respectively. What is the weighted average score of Sonali? അപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെയിറ്റഡ് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഓരോന്നിനും വെയിറ്റ് കൊടുത്തു. അതായത് ഫിസിക്സിന് 2 കൊടുത്താൽ കെമിസ്ട്രിക്ക് 3 കൊടുത്തു, ബയോളജിക്ക് 3 കൊടുത്തു, ഇൻ്റർവ്യൂവിന് 4 കൊടുത്തു. അപ്പോൾ നമ്മളുടെ വെയിറ്റഡ് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പറാണ്. അപ്പോൾ ടോട്ടൽ സം എന്ത് കിട്ടും? വെയിറ്റ് ഇൻറ്റു ഒരെണ്ണത്തിന് കിട്ടിയ മാർക്ക്, അതാണ് ടോട്ടൽ സമ്മിൽ ഓരോന്നിനും കിട്ടിയ സം എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്സിന് എത്ര കിട്ടിയത്? 2 ഗുണം 8 16ആണ്. ഫിസിക്സിന് കെമിസ്ട്രിക്ക് എന്താ കിട്ടിയത്? 3 ഗുണം 8 24ആണ്. അടുത്തത് 3 ഗുണം 6 ബയോളജിക്ക് 18ആണ് കിട്ടിയത് ടോട്ടൽ മാർക്ക്. വെയിറ്റ് ഇൻറ്റു ഒരു സബ്ജക്റ്റിന് കിട്ടിയ മാർക്ക് 4 ഗുണം 6.5 24 4ൻ്റെ പകുതി 0.5 കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് ചെയ്താൽ മതി? ആ നമ്പറിൻ്റെ പകുതി കൂട്ടിയാൽ മതി. അപ്പോൾ 6 ഇൻറ്റു 4 24 2 26. അപ്പോൾ ഇതാണ് ടോട്ടൽ സം. ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? വെയിറ്റ്, ടോട്ടൽ വെയിറ്റ് ആണ്. ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ വെയിറ്റ് ആണ്. 2 3 5 3 8 4 12. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 40 58 78 84/12. അതായത് നമുക്ക് വെയിറ്റഡ് ആവറേജ് സ്കോർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 7 ആയിരിക്കും. 12 7 86 ഓപ്ഷൻ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും, ഇനിയും റിപ്പീറ്റ് ചെയ്തിട്ട് വരും. അപ്പോൾ അതൊക്കെ ഈ ഒരു മെത്തേഡ്സ് പഠിക്കുക, നന്നായിട്ട് കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടാക്കുക, കൺസെപ്റ്റുകൾ അറിയുക. അങ്ങനെ പോയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോയി സെറ്റാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. 12 13 ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. രണ്ട് ചെയ്ത് യെസ്. ചെയ്തേ.
ഇവിടെ നോക്കേ, ദ ബാറ്റിംഗ് ആവറേജ് ഓഫ് 27 ഇന്നിങ്സ് ഓഫ് എ ക്രിക്കറ്റ് പ്ലെയർ ഈസ് 47. 27 കളി കളിച്ചിട്ടുണ്ട്, ഇവിടെ 47 റണ്ണാണ് അവൻ്റെ ആവറേജ്. ഹിസ് ഹയസ്റ്റ് സ്കോർ ഓഫ് ഇന്നിങ്സ് എക്സീഡ്സ് ഹിസ് ലോവസ്റ്റ് സ്കോർ ബൈ 157 റൺസ്. അപ്പോൾ ഹയസ്റ്റ് സ്കോർ എച്ച് ആണെങ്കിൽ അതിൽ നിന്ന് ലോവസ്റ്റ് സ്കോർ കുറച്ചാൽ എത്ര കിട്ടും? 157 റൺസാണ് കിട്ടുന്നത്. ഇഫ് ദീസ് 2 ഇന്നിങ്സ് ആർ എക്സ്ക്ലൂഡ്, അതായത് 27 കളിയിൽ നിന്നും ആ രണ്ടെണ്ണം കുറച്ചാൽ 25 ഇന്നിങ്സ് ഉണ്ടെങ്കിൽ ദ ആവറേജ് സ്കോർ ഓഫ് ദ റിമൈനിങ് 25 ഇന്നിങ്സ് ഈസ് 42. അപ്പോൾ ബാക്കി രണ്ടെണ്ണത്തിൻ്റെ ആവറേജ് എന്താണ്? ആ രണ്ടെണ്ണം കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൻ്റെ ആവറേജ് 42ആണ്. ഫൈൻഡ് ദ ഹയസ്റ്റ് സ്കോർ ഇൻ ഇന്നിങ്സ്. അപ്പോൾ ഇവിടെ നോക്കേ, നമുക്ക് എന്ത് വേണം? 2 ഇന്നിങ്സ് പോയി. 2 ഇന്നിങ്സ് പോയാൽ ആവറേജ് എത്ര കുറഞ്ഞത്? 2 ഇന്നിങ്സും 47 വെച്ചായിരുന്നു കുറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആവറേജിൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 27 ഇന്നിങ്സിലും അവൻ 47 ഇങ്ങനെയാണ് സ്കോർ ചെയ്തതെന്ന് വെച്ചോ. 27 ഇന്നിങ്സിൽ 47 കളിച്ചതെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ 2 ഇന്നിങ്സ് 47 പോയി കഴിഞ്ഞാലും ബാക്കി എത്ര തന്നെ വന്നേനെ? ആവറേജ് 47 തന്നെ വന്നേനെ. പക്ഷേ എത്രയാണ് ആവറേജ് വന്നത്? 42 വന്നത്. എത്ര കുറഞ്ഞു ആവറേജിൽ? 5 കുറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ഇവന്മാർ ഈ ഹയസ്റ്റും ലോവസ്റ്റും കൂടെ ഇന്നിങ്സിൽ അടിച്ച റണ്ണം എന്ന് പറഞ്ഞാൽ 47-2 94 കുഴപ്പമില്ലായിരുന്നു. അവരുടെ സമ്മ 94 കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ കൂടെ ഈ പയ്യന്മാരായി നിന്നും ബാക്കിയുള്ള പയ്യന്മാരെന്ന് പറഞ്ഞാൽ 25 ഇന്നിങ്സിൽ നിന്നും എത്ര വെച്ച് എടുത്തുകൊണ്ട് പോയി? 5 വെച്ച്. അതായത് ഓരോരുത്തർക്കും 5 വെച്ച് കുറഞ്ഞു. 47 കിടന്നിരുന്നത് എല്ലാവർക്കും 5 വെച്ച് കുറഞ്ഞു. അതായത് അതുകൊണ്ടാണ് ആര് പോയത്? ഈ ഒരു ഹയസ്റ്റും ലോവസ്റ്റും സ്കോറുള്ളവർ പോയത്. അല്ലെങ്കിൽ അതിനാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. 25 × 5 125 കൂടെ അവരുടെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ വരുമ്പോൾ എല്ലാവർക്കും എത്ര വെച്ച് കൂടുന്നത്? 27 പേർ കൂടെ എക്സ്ട്രാ ആയിട്ട് കൂടുന്നത്. 25 പേർക്കും 5 വെച്ച് കൂടുന്നത്. അപ്പോൾ ഈ ഹയസ്റ്റ് പ്ലസ് ലോവസ്റ്റിൻ്റെ ഇതെത്ര കിട്ടും? ഇതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് പഠിക്കേണ്ട കാര്യം. ഇതറിയാമെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാം. 125 94 100 കൂട്ടി 225 6 കുറയ്ക്കുക 219. അപ്പോൾ 2 നമ്പറിൻ്റെ സം അറിയാം, 2 നമ്പറിൻ്റെ ഡിഫറൻസ് അറിയാമെങ്കിൽ വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. 2 കൂടെ കൂട്ടുമ്പോൾ 2h കിട്ടും. എല്ലും പോകും, പ്ലസ് എല്ലും മൈനസ് എല്ലും പോകും. 2 കൂട്ടിയിട്ട് പകുതി എന്ന് പറഞ്ഞാൽ 9 × 16 6/2 6/2 8 ആൻസർ വരും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം 219 157 കൂട്ടുമ്പോൾ എത്ര വരും? 15 21 36 367 9 376 പകുതി 188. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. ഇവിടെ ഇതിലല്ല, ഈ കാൽക്കുലേഷൻ ചെയ്യുന്നതിലുള്ള കാര്യം ഈ ഒരു കൺസെപ്റ്റ് ഇത് ഡയറക്റ്റ് എഴുതാൻ പറ്റുക എന്നുള്ളത്. അല്ലാതെ എന്ത് ചെയ്യും? 27 × 47 മൾട്ടിപ്ലൈ ചെയ്യും. ഇത് എഴുതാൻ പറ്റുക ഈ ഒരു കൺസെപ്റ്റിനാണ് ഇവിടെ വില എന്ന് പറയുന്നത്. അങ്ങനെ കൺസെപ്റ്റിലായിട്ട് തന്നെ ആവറേജ് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ചെയ്തേ, ട്രൈ ചെയ്ത് നോക്കെ. അലിഗേഷനും നമ്മൾ അവറേജിൽ കുറേ ഉപയോഗിക്കാറുണ്ട്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെയ്യാം. In an office, 80% of the workers are men, while 20% are women. The average age of men is 30 and the average age of women is 40. What is the average age of all the workers in that office? ഈസി ആയിട്ട് വെയിറ്റഡ് ആവറേജ് നമുക്ക് ചെയ്യാം. 80% എന്താണ്? മെന്നാണ്. അപ്പോൾ 80% മെൻ കൊടുത്താൽ 20% വുമൺ ആണ്. ഇത് നമ്പറാണ്. ഇനി ആവറേജ് ഓഫ് മെൻ എന്താണ്? 30ആണ്. ഇത് മെന്നാണ്, ഇത് വുമൺ ആണ്. ആവറേജ് ഓഫ് വിമൻ എത്രയാണ്? 40ആണ്. ഇവിടെ റേഷ്യോ എഴുതിയാൽ മതി. 4:1 കിട്ടും. അങ്ങനെ ടോട്ടൽ ആവറേജ്, മറ്റ് ആവറേജ് ഓഫ് വർക്കേഴ്സ് ഇൻ ദാറ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? വെയിറ്റഡ് ആവറേജ് എടുത്താൽ മതി. വെയിറ്റഡ് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പറാണ്. ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4 × 30 120, 1 × 40 40 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ 4 1 5. അതായത് 160/5 നമുക്ക് എത്ര കിട്ടും? 32 കിട്ടും. അപ്പോൾ 160/5 ഒക്കെ പേന എടുക്കാതെ തന്നെ ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾ സെറ്റ് ആവണം. അതിനാണ് ഡെയിലി കാൽക്കുലേഷൻ്റെ എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നത്. വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഈ സ്പീഡ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ബിക്കോസ് എനിക്ക് പേന എടുക്കാൻ ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് ഒരുപാട് പ്രാക്ടീസ് നിങ്ങൾക്ക് വേണം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, വർക്ക് ചെയ്യുക. അടുത്ത ദിവസം ചെയ്തേ 19 20 ഒന്ന് വായിച്ചു നോക്കി ചെയ്തേ. ഇത് രണ്ടും വായിച്ചു നോക്കി ചെയ്യാൻ പറ്റും നോക്കേ. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ്. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ചെയ്തേ.
രണ്ടും ഒന്ന് ചെയ്ത് നോക്കെ. 20ാമത്തെ ക്വസ്റ്റിനും നമുക്ക് രണ്ടും ഒരുമിച്ച് ചെയ്യാം. ചെയ്ത് നോക്കെ. ചെയ്തേ ചെയ്തേ. ഇപ്പോൾ നോക്കേ. വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് നമ്പേഴ്സ് ഫ്രം ആവറേജ് ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 50 വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 2 or 5. 2ൻ്റെയോ അല്ലെങ്കിൽ 5ൻ്റെയോ മൾട്ടിപ്പിൾ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള 2ൻ്റെ മൾട്ടിപ്പിൾ എത്ര ഉണ്ട്? 2, 4, 6, 8 അങ്ങനെ 50 വരെ. അങ്ങനെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 25 നമ്പേഴ്സ് ഉണ്ട്. ഇനി 5ൻ്റെ മൾട്ടിപ്പിൾ എത്ര ഉണ്ട്? 5ൻ്റെ മൾട്ടിപ്പിൾ 5, 10 വേണ്ട. 10 എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മളിവിടെ എടുത്തു കഴിഞ്ഞു. 15, 25, 35, 45 അങ്ങനെ എത്ര എണ്ണം? 2, 3, 4, 5 അങ്ങനെ 5 എണ്ണം. ടോട്ടൽ 30 നമ്പേഴ്സാണ് ഉള്ളത്. വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 2 or 5. ഒന്നുകിൽ 2 അല്ലെങ്കിൽ 5. ബോത്ത് 2 അല്ലെങ്കിൽ 5 വേണ്ട. അതിൽ ഓൾറെഡി നമ്മളിവിടെ 10 എടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ 20 എടുത്തിട്ടുണ്ട്, 30 എടുത്തിട്ടുണ്ട്, 40 എടുത്തിട്ടുണ്ട്. അത് 5ൻ്റെയും മൾട്ടിപ്പിളാണ്, 2ൻ്റെയാണ്. അപ്പോൾ അതൊരു വട്ടം എടുത്താൽ 2 വട്ടം എടുക്കുന്നത്. അപ്പോൾ സമ്മ നമുക്ക് എന്ത് കിട്ടും? 2 മുതൽ 50 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ. 2 മുതൽ 50 വരെയുള്ള നമ്പേഴ്സിൻ്റെ സമ്മ എന്ന് പറഞ്ഞാൽ എത്രയാണ്? n² ആണ്. ആദ്യത്തെ n ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ. അതായത് നമുക്ക് n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. n/2 എന്ന് പറഞ്ഞാൽ അതാണ് സം ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. n/2 എന്ന് പറഞ്ഞാൽ എത്ര? n 25 എണ്ണം. 25/2 സം. ഇതിൻ്റെ സം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഈവൻ നമ്പേഴ്സിൻ്റെ n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം. 50 2 52. അപ്പോൾ 26 × 25 625 25 650. അപ്പോൾ 650 ആണ് ആരുടെ സമ്മ്? 2ൻ്റെ മൾട്ടിപ്പിളിൻ്റെ സമ്മ്. 5ൻ്റെ മൾട്ടിപ്പിൾ എന്ത് വരും? ഇതും അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കൂട്ടാം. 20, 45, 50, 80, 125 കൂട്ടുമ്പോൾ എന്ത് വരും? 700, 775 വരും സമ്മ്. അതേ ബൈ നമ്പർ, സം ബൈ നമ്പർ. അതേ ബൈ 30 ചെയ്യുമ്പോൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 17-നകത്ത് 3, 5, 25-നകത്ത് 8, 258, 25.8. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നല്ല ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാമിന് പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. കൺസെപ്റ്റ് അറിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്യാം. The average weight of students of section A and B having 40 students each is 45.5 and 44.2 respectively. A എന്ന് പറയുന്ന ക്ലാസ്സിൽ 40 പിള്ളേരുണ്ട്, B എന്ന് പറയുന്ന 40 ഉണ്ട്. രണ്ടിൻ്റെ ആവറേജ് തന്നിട്ടുണ്ട്. 2 students of section A having average weight 48.75 were shifted to B and 2 students of section B were shifted to section A, making the average weight of both section equal. രണ്ടിൻ്റെ ആവറേജ്, രണ്ടുപേരും അങ്ങോട്ട് കൊടുക്കുന്നു, രണ്ടുപേരും ഇങ്ങോട്ട് കൊടുക്കുന്നു. പക്ഷേ ആവറേജ് വെയിറ്റ് എന്തായി? ഈക്വലായി. വാട്ട് ഇസ് ആവറേജ് വെയിറ്റ് ഓഫ് സ്റ്റുഡൻസ് ഹു വെയർ ഷിഫ്റ്റഡ് ഫ്രം B to A? അപ്പോൾ ആവറേജ് വെയിറ്റ് ഈക്വലായെന്ന് പറഞ്ഞാൽ ആദ്യമേ എന്തായിരുന്നു പ്രശ്നം? ഇവിടെ 45.5 44.2. അങ്ങനെ എത്രയാണ് ആവറേജിലുള്ള വ്യത്യാസം? എല്ലാ കുട്ടികളും 45.5-ലാണ് എയിലിരിക്കുന്നത്, എല്ലാ കുട്ടികളും 44.2-ലാണ് ബിയിലിരിക്കുന്നത്. അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഓരോ കുട്ടികളുടെയും ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 44.2-ഉം 45.5-ഉം തമ്മിലുള്ള ഡിഫറൻസ് 1.3 ആണ്. അത് ഒരു കുട്ടിക്കാണ്. അങ്ങനെ 1.3 × 40 ഇതിനെയാണ് നമ്മുടെ ഡീവിയേഷൻ എന്ന് പറയുന്നത്. 52 കിലോ ആർക്ക് കൂടുതലാണ്? എ എന്ന് പറയുന്ന സെക്ഷന് കൂടുതലാണ്. അപ്പോൾ 52 കിലോ എന്ത് ചെയ്യണം? നമ്മൾ കുറയ്ക്കണം. പക്ഷേ ഇവിടെ കൊടുക്കുന്ന എത്രയാണ്? അതായത് 52 കിലോ നമ്മൾ 26 എയിലും കൊടുക്കണം, 26 ബിയിലും കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ എന്താവും? ഓൾറെഡി നിങ്ങൾ നാലിച്ച് നോക്ക്, എയും ബി 2 ക്ലാസ്സാണ്. എയിൽ ബാക്കി കുട്ടികൾക്കായി 52 കിലോ കൂടുതലുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? ആവറേജ് ഇൻറ്റു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യപ്പോൾ സമ്മിലുള്ള വാല്യൂ കിട്ടി. കൂടുതലുള്ള ആവറേജ് ഇൻറ്റു ആ നമ്പർ. 52 കിലോ എക്ക് കൂടുതലുണ്ടെങ്കിൽ രണ്ടുപേർക്ക് ഈക്വൽ ആക്കണമെങ്കിൽ ആവറേജ് ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് സെയിം ആണ്. ഇവിടെ 2 അങ്ങോട്ട് പോകുന്നു, 2 ഇങ്ങോട്ട് പോകുന്നു. നമ്പർ ഓഫ് സ്റ്റുഡൻസ് സെയിം ആയതുകൊണ്ട് ആവറേജ് ഈക്വൽ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താക്കണം? സമ്മ് സെയിം ആക്കണം. സമ്മ് എന്താക്കണം? സമ്മ് ഈക്വൽ ആക്കണം. സമ്മ് ഈക്വൽ ആക്കാൻ വേണ്ടി ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്,
ഈ 52 എന്ത് ചെയ്യണം, 26 എക്കും കൊടുക്കണം. 52 മൊത്തത്തിൽ ബിക്ക് കൊടുക്കണ്ട, 26 എക്കും കൊടുക്കണം, 26 ബിക്കും കൊടുക്കണം. പക്ഷേ ഇവിടെ എന്താ ചെയ്തവന്മാർ 48.75 വെച്ച് രണ്ടവന്മാരെയും കൊടുത്തു. അപ്പോൾ 48.75 ആവറേജ് ആണെങ്കിൽ രണ്ടുപേരുടെ വെയിറ്റ് എത്ര വരും, 48.75 ഇൻറ്റു 2, അതായത് 48 96 0.75 ഇൻറ്റു 1.5, 97.5 കൊടുത്തു. നമുക്ക് 97.5 കൊടുക്കണോ, വേണ്ട, വെറും 26 കൊടുത്താൽ മതി. 26 കൊടുക്കുമ്പോൾ എത്ര കിട്ടും, 71.5 എക്സ്ട്രാ ആയിട്ടാണ് ആര് കൊടുത്തത്, എയിൽ നിന്ന് ബിയിലോട്ട് കൊടുത്തത്. അവന്മാരെ തിരിച്ചു വിട്ടാൽ മതി ഈക്വലാക്കാൻ വേണ്ടി. അപ്പോൾ തിരിച്ച് 2 പയ്യന്മാരെ വിടുന്നുണ്ട് ബിയിൽ നിന്ന്. അപ്പോൾ തിരിച്ചു വിടുന്ന 2 കുട്ടികളുടെ സം ഓഫ് ഏജ് ആണ് 71.5. നമുക്ക് എന്ത് മതി, ആവറേജ് മതി 2 കുട്ടികളുടെ ബിയിൽ നിന്നും എയിലോട്ടുള്ളത്. 71.5യുടെ പകുതി, 70ൻ്റെ പകുതി 35, 1.5 പകുതി 0.75, 35.75 ഓപ്ഷൻ സി. ഇത് ഒരുപാട് പേര് പല വഴികളിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിലും മികച്ചൊരു വഴിയില്ല. ഇത് എത്ര ഫാസ്റ്റായിട്ട് ചെയ്യാം, വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇത്ര എഴുതിയത്. ആദ്യം തന്നെ എത്ര സമ്മ് കൂടുതലുണ്ടെന്ന് നോക്കി, 52. നമുക്ക് 26 കൊടുത്താൽ മതി, 97.5 കൊടുത്തു, 71.5, 91 അല്ലേ, 97.5 കൊടുക്കണം. ഓക്കെ, 97 ഓക്കെ. 26 കൊടുക്കുമ്പോൾ 71.5 നമുക്ക് തിരിച്ചു വരണം. 2 കുട്ടികളുടെ ആവറേജ് ആണ്, 3 ആണെങ്കിൽ 3 വെച്ചിട്ട് വരും. അപ്പോൾ 35.75. വേണമെങ്കിൽ എന്ത് ചെയ്യാം, പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത്രയും വലിയ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പേന എടുക്കാതെ ചെയ്യാം. പക്ഷെ അതിനൊക്കെ എന്ത് വേണം, ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആവറേജ് എന്ന് അറിയണം. ആവറേജ് എന്ന് ഒരിക്കലും ഒരു മണിക്കൂറിൻ്റെ ക്ലാസ്സിൽ ആർക്കും നിങ്ങളെ ആവറേജ് കംപ്ലീറ്റ് ആയിട്ട് വേണ്ടുന്ന രീതിയിൽ പഠിപ്പിക്കാൻ പറ്റില്ല. വെറുതെ സംഭവം നമ്പർ ഇട്ട് കുറേ ക്വസ്റ്റ്യൻ ചെയ്യാം, അത് മാത്രം. അങ്ങനെയല്ല പഠിത്തം എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോ ചാപ്റ്റർ നല്ല രീതിയിൽ സമയം എടുത്ത് തന്നെ പഠിച്ചേ പറ്റൂ. പെർസെൻറ്റേജ് ഒരു 10 മണിക്കൂർ പഠിച്ചേ പറ്റൂ. വേറെ കാര്യമൊന്നുമില്ല, പഠിച്ചേ പറ്റൂ. CGL ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ അങ്ങനെ പഠിച്ചേ പറ്റൂ. വേറെ ഒരു രക്ഷയില്ല. എല്ലാ ചാപ്റ്ററും അങ്ങനെയാണ്. അങ്ങനെ പഠിച്ച് വന്നാൽ മാത്രമേ എന്താകത്തുള്ളൂ, സെറ്റ് ആകത്തുള്ളൂ. അത് വേണ്ടുന്ന രീതിയിൽ ഒരു നല്ല രസത്തിൽ പഠിക്കണം. അതിന് കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടാവണം, അതൊക്കെ സെറ്റാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അടുത്ത 21 ചെയ്തേ. നമ്പർ നോക്കണ്ട, നിങ്ങൾ ചെയ്തേ. എല്ലാം പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾക്ക് എക്സാമിൻ്റെ പേരും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ കാണാം. ഇത് ചെയ്ത് നോക്കി. Yes. Okay. ചെയ്യാം. In an examination, the average score of a student was 67.6. ഒന്ന് ചെയ്ത് ഒന്ന് വായിച്ച് നോക്കി ചെയ്ത്. ആവറേജ് സ്കോർ 67.6 ആണ്. എല്ലാത്തിനും 67.6 മാർക്കായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. If he would go 27 more marks in mathematics, 10 more marks in computer science, 18 more marks in history, and retain the same mark in other subject. അപ്പോൾ ചേഞ്ച് വരുന്നത് എവിടേക്കാണ്, 27 മാത്സിൽ കൂടി 10 കൂടി. അപ്പോൾ 27 10 37 18 47 ഇട്ട് 55 മാർക്ക് നമുക്ക് എക്സ്ട്രാ കൂടിക്കഴിഞ്ഞാൽ ദെൻ ഹിസ് ആവറേജ് സ്കോർ എന്താവും, 72.6. 67.6 നിന്ന് 72.6, 5 എന്ത് ചെയ്യും, ആവറേജ് കൂടി. അപ്പോൾ സമ്മിൽ 55 കൂടിക്കഴിഞ്ഞാൽ, സമ്മിൽ 55 കൂടിക്കഴിഞ്ഞാൽ ആവറേജിൽ എത്ര കൂടുന്നത്, 5 ആണ് കൂടുന്നത്. എൻ്റെ അർത്ഥം എന്താണ്, ഹൗ മെനി പേപ്പേഴ്സ് ദെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ എന്ന് പറഞ്ഞാൽ സം ബൈ ആവറേജ് ആണ്. സം ബൈ ആവറേജ് ആണ്. സം എത്രയാണ്, 55 ആണ്, ആവറേജ് 5 ആണ്. അങ്ങനെ കൂടണമെങ്കിൽ ഇവിടെ എത്ര പേപ്പർ ഉണ്ടായേ പറ്റൂ, 11 പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാത്തിനും കൂടെ കൂടുന്നത്, 5 സബ്ജക്റ്റ് മാത്രമായിട്ടല്ല കൂടുന്നത്. ഓക്കെ, 5 ആവറേജ്. അപ്പോൾ ആവറേജ് സം ബൈ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ കിട്ടും. അത് ആ ഒരു എക്സാമിന് എത്ര പേപ്പർ ഉണ്ടായിരുന്നു, 11 പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കാൽക്കുലേഷൻ വരുന്ന ടൈപ്പാണ്, കാൽക്കുലേറ്റീവ് ആണ്. ബെസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസ് ആണ്. ബെസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മളെല്ലാം ചെയ്യുന്നത്. കാൽക്കുലേഷൻ വരുന്നതാണ്, കാൽക്കുലേഷൻ ചെയ്യാം. കാൽക്കുലേഷൻ ചെയ്യാൻ അതിനുവേണ്ടിയാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കുന്നത്. എല്ലാ എക്സാമിനും വന്ന ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾ ബേസിക്കായിട്ട് പഠിച്ചിട്ട് പോയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ. ദ ആവറേജ് മന്ത്ലി സാലറി ഓഫ് 60 എംപ്ലോയീസ് ഇൻ എ ഫാക്ടറി ഇത്രയാണ്. ഇഫ് 2 ഓഫീസേഴ്സ് ആർ ഗെറ്റിംഗ് 90,000 ഈച്ച് ആൻഡ് ദ ആവറേജ് സാലറി ഓഫ് 8 സൂപ്പർവൈസേഴ്സ് ഇത്രയാണെങ്കിൽ ദെൻ ദ ആവറേജ് സാലറി ഓഫ് ദ റിമൈനിങ് എംപ്ലോയീസ്. ഇപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിൽ ടോട്ടൽ 60 ആൾക്കാരുടെ ആവറേജ്
60 ഇൻറ്റു ഇത്രയാണ് ടോട്ടൽ. അതിനകത്ത് 2 പേർക്ക് ഇത്രയും വരുന്നു, 8 പേർക്ക് ഇത്രയും വരുന്നു, ബാക്കിയുള്ളവരുടെ റിമൈനിങ് ആൾക്കാർ. അപ്പോൾ 60-ൽ 2ഉം 8ഉം 10 പേര് പോയി, ബാക്കി 50 പേരുടെ സമ്മാണ്. ബാക്കി 50 പേരുടെ സമ്മിനെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും. എനിക്ക് തോന്നുന്നു ഇത് ഡീവിയേഷൻ എടുത്താലും സം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും ഏകദേശം ഒരേപോലെയൊക്കെ ഇരിക്കും. ഡീവിയേഷൻ വെച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? സമ്മ് വെച്ചങ്ങ് ചെയ്യാം. നമുക്ക് ഇവരുടെ 50 പേരുടെ സമ്മ് എന്ത് വരും? ടോട്ടൽ സമ്മ് എന്ന് പറഞ്ഞാൽ 60 ഗുണം ഇതാണ്. അപ്പോൾ നമുക്കൊരു 0 ഇടാം. 2 0 അവിടെ ഓൾറെഡി ഉണ്ട്. 6 കൊണ്ട് മൾട്ടിപ്ലൈ 6 9 54 5 6 9 57 59 5 6 2 12 5 17. ഇത്രയാണ് ടോട്ടൽ സമ്മ്. പിന്നെ അതിൽ നിന്ന് ഇവന്മാർ 2 ഓഫീസേഴ്സ്, ഇത് 17,94,000. 90,000 വെച്ച് 2 പേര്, അത് 1,80,000. 1,80,000 എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം. 1,80,000 3 0. ഓക്കെ, ഇത് കൂട്ടിയിട്ട് കുറയ്ക്കുവാണ്. ഇതിൽ നിന്ന് കുറയ്ക്കുവാണ് ചെയ്യേണ്ടത്. ഇത് രണ്ടും കൂട്ടിയിട്ട് 8 പേര് 65. 65 ഗുണം 8 3 0 ഇവിടെ എഴുതണം. 65 8 എന്ന് പറയുമ്പോൾ എത്ര? 480 40 520. ഓക്കെ, 520. ഇത് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കൂട്ടുമ്പോൾ 0 0 0 0 18 52 70 ഇതിന് 70 കുറച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നോക്ക്, 10 ലക്ഷത്തി 7 ലക്ഷം കുറച്ചു. 17,94,000 നിന്ന് 7 ലക്ഷം കുറച്ചാൽ 10,94,000. 10,94,3 0. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 10-നകത്ത് 5 2 വട്ടം, 9-നകത്ത് 5 1 വട്ടം, 2 1 തുടങ്ങുന്ന ഓപ്ഷൻ ഉണ്ട്. 9-നകത്ത് 5 1 വട്ടം, ബാക്കി 47 8 വട്ടം. 2 1 8 തുടങ്ങുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി ഉണ്ട്. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. പക്ഷേ ഇത് കാൽക്കുലേഷൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഡീവിയേഷൻ വേണമെങ്കിൽ ചെയ്യാം. ടോട്ടൽ ഇതുമായിട്ട് 60 പേർക്ക് ഇത്രയായിരുന്നു കിടന്നത്, 2 പേർക്ക് ഇത്രയും. ഇതിൻ്റെ ഡിഫറൻസ് എടുക്കണം. ഇപ്പോൾ 2 ഇൻറ്റു സംതിങ് ആ ഒരു വാല്യൂ വരും. 8 പേർക്ക് ഇത്രയാണ്, 60 പേർക്ക് ഇത്രയാണ്. ഇതിൻ്റെ ഡിഫറൻസ് എടുക്കണം. ഇപ്പോൾ 8 ഇൻറ്റു സംതിങ് വരും. ഇതാണ് ടോട്ടൽ ഡീവിയേഷൻ. ഇത്രയും ഇവിടെ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഈ ഡീവിയേഷനെ കവർ ചെയ്യുന്ന രീതിയിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് സം കാണും. പക്ഷെ ഇവിടെ ഡീവിയേഷൻ എടുക്കുന്നത് മണ്ടത്തരമാണ്. നിങ്ങൾ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണ്, സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് ചെയ്യുന്നവരാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഡിവിഷനും എല്ലാം നല്ല സ്പീഡിൽ അഡീഷനൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് വേണ്ട എന്താ? ബാക്കിയുള്ള ആൾക്കാരുടെ സം ഡിവൈഡഡ് ബൈ അവരുടെ നമ്പറാണ്. നമ്പർ നമുക്കറിയാം. ടോട്ടൽ 60 പേരിൽ 10 പേരെ മാറ്റി നിർത്തിയാൽ ബാക്കി 50 പേരാണ്. ഇതൊക്കെയാണ്. ബാക്കി സം കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങളുടെ സ്പീഡാണ്, കാൽക്കുലേഷൻ സ്പീഡാണ്. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഇത് 17 ലക്ഷം എന്ന് തന്നെ വായിച്ചാൽ, ഇതിനെ 7 ലക്ഷം എന്ന് തന്നെ വായിച്ചാൽ പ്രശ്നമില്ല. വായിക്കുന്നതും ചെയ്യുന്നതും എല്ലാം നമ്മളുടെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനെയും എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. യെസ്, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. വിജയ്, അവരേജ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻസ് വരും. ചെയ്യാം. What is the ratio of the average of first 8 prime numbers to the average of first 10 even natural numbers? അപ്പോൾ റേഷ്യോ ഓഫ് ആവറേജ് ഫസ്റ്റ് 8 പ്രൈം നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? പ്രൈം നമ്പർ കണ്ടുപിടിക്കുക. 2 3 5 7 11 13 17 19 8 1 2 3 4 5 6 7 8. ഇത് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 10 17 28 41 58 69 77. 77 ഡിവൈഡഡ് ബൈ 8 സം ബൈ നമ്പർ. അപ്പോൾ കൂട്ടുന്നത് ഈ ഒരു സ്പീഡിൽ നിങ്ങൾ കൂട്ടാൻ ശ്രമിക്കണമെന്നല്ല, ഇങ്ങനെ ചെയ്തിരിക്കണം. ദ റേഷ്യോ ആവറേജ് ഓഫ് ഫസ്റ്റ് 10 ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് 10 ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ എന്താ? n ഇൻറ്റു n പ്ലസ് 1 ആണ്. ഇതാണ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, n ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത്. ആവറേജ് എന്ന് പറഞ്ഞാൽ ഇതേ ബൈ നമ്പർ. അപ്പോൾ n പ്ലസ് 1 ആണ് എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ n സ്ക്വയർ ആണ്. ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? n ആണ്, n സ്ക്വയർ ബൈ n ആണ്. ഇവിടെ n പ്ലസ് 1 ആണ്. n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 1, എന്നിന് വരാൻ 10 ആണ് കൊടുക്കേണ്ടത്. 10ഉം 1 11 വരും. ഇപ്പോൾ റേഷ്യോ എന്ത് കിട്ടും? ഇവിടെ 7 1 7 റേഷ്യോ 8 എന്ന് വരും. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് നിർത്താം.
The average age of 120 students in a group is 13.56 years. 35% of number of students are girls and the rest are boys. The ratio of average age of boys and girls is 6:5. What is the average age of girls? അപ്പോൾ ഇവിടെ നമുക്ക് 35% എന്താണ് ഗേൾസ് ആണ്. 35% നമുക്ക് 7/20 തരും. അപ്പോൾ 13 ബോയ്സ് ഉണ്ടെങ്കിൽ 20-ൽ 13 ബോയ്സ് ഉണ്ടെങ്കിൽ 7 ഗേൾസ് ആണ് ഉള്ളത്. ഇത് നമ്മൾ നമ്പറിൻ്റെ റേഷ്യോ ചെയ്തു, ഇത് ബോയ്സും ഗേൾസും. ഇനി പറയുന്നത് ദ റേഷ്യോ ഓഫ് ആവറേജ് ഏജ് ഓഫ് ബോയ്സും ഗേൾസ് 6 ആണെങ്കിൽ ഗേൾസിൻ്റെ 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിറ്റഡ് ആവറേജ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ആവറേജ് 13 6 78 7 5 35 78 35 113 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ 20 എന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ആവറേജ് സ്കോർ കിട്ടുന്നത്. പക്ഷേ അതിന് പകരം ക്വസ്റ്റിന് എന്താ നിൽക്കുന്നത്? ആവറേജ് ഓഫ് 120 സ്റ്റുഡൻസ്. നമുക്ക് 120 അതിൻ്റെ ആവശ്യമില്ല, 13.56. 113/20 വാല്യൂ ആണ് 13.56. നമുക്ക് എന്താ വേണ്ടത്? ആവറേജ് ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5ൻ്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 113/20 വാല്യൂ ഇതാണെങ്കിൽ 5ൻ്റെ വാല്യൂ ആണ് വേണ്ടത്. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 113.56 ഇൻറ്റു 20/113. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1ൻ്റെ വാല്യൂ കിട്ടും, 5ൻ്റെ വാല്യൂ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റീവ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, 113ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതെ, 113 ഗുണം 25 എന്ന് പറഞ്ഞാൽ 100 അല്ലേ? 100. ഈ പോയിൻറ്റും പോയി 113 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കാം. 3നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 6 വരും? 2 വന്നേ പറ്റും അല്ലേ? 3നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 6 വരണം? ഇവിടെ 2 വന്നേ പറ്റും. യൂണിറ്റ് 2 വന്നേ പറ്റും. ഓപ്ഷൻ എ ഉള്ളൂ. അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം. 113 1, ബാക്കി എത്ര വരും? 226. 22 226 113 2 വട്ടം 12 ആൻസർ കിട്ടും. ഇപ്പോൾ ഈ ഒരു മെത്തേഡ് ശ്രദ്ധിച്ചോളൂ. കാൽക്കുലേഷൻ ഉണ്ട്, പക്ഷേ ആ ഒരു മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെത്തേഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്തു? നോർമലായിട്ട് വെയിറ്റഡ് ആവറേജ് ചെയ്തു. വെയിറ്റഡ് ആവറേജിലെ ഇത്ര യൂണിറ്റ് 13 ബോയ്സ് 7 ഗേൾസും ആയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയായിരുന്നു ആവറേജ് വരുന്നത്. ആവറേജ് 13. പക്ഷേ നമുക്ക് ഇത്രയായിരുന്നു വരുന്നത്. അതിൻ്റെ ഒറിജിനൽ വാല്യൂ വന്നിട്ടുള്ളത് 13.56 ആണ്. എന്നാൽ 5ൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അടുത്ത ആവറേജ് ഓഫ് 18 നമ്പേഴ്സ് ഇത്രയാണ്. ഇഫ് 6 നമ്പേഴ്സ് ഓഫ് ആവറേജ് എക്സ് ആർ ആഡഡ് ടു ദം ദെൻ ദ ആവറേജ് ഓഫ് ഓൾ നമ്പേഴ്സ് ഇൻക്രീസ് ബൈ 1. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ 18 നമ്പറിൻ്റെ ആവറേജ് 37 ആണ്. ആ നമ്പേഴ്സ് എല്ലാം 37 വെച്ചിരിക്കുവായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇഫ് 6 നമ്പേഴ്സ് ഓഫ് ആവറേജ് എക്സ് ആർ ആഡഡ് ടു ദം ദെൻ ദ ആവറേജ് ഓഫ് ഓൾ ഓഫ് നമ്പർ ഇൻക്രീസ് ബൈ 1. അപ്പോൾ ആ വരുന്ന 6 നമ്പറിൻ്റെ ആവറേജ് 37 ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും വരുന്നത് 37 കൂടുതൽ ആവറേജ് ഉള്ള ആൾക്കാരാണ്. അത് പക്കയാണ്. കാര്യം അതുകൊണ്ടാണ് എല്ലാവർക്കും എന്ത് ചെയ്തത്? 1 വെച്ച് കൂടിയത്. അതിൻ്റെ അർത്ഥം അവർ കൊണ്ടുവന്നത് എക്സ്ട്രാ ആയിട്ട് എത്ര കൊണ്ടുവന്നു? 18 പേരും പിന്നെ 6 പേരും. ഇപ്പോൾ 24 പേർക്കും 1 വെച്ച് കൂടാനുള്ള പരിപാടി അവന്മാർ കൊണ്ടുവന്നു. 24 പേർക്ക് 1 വെച്ച് ആവറേജ് കൂടാനുള്ള 24 അവന്മാർ എന്ത് ചെയ്തു? എക്സ്ട്രാ ആയിട്ട് കൊണ്ടുവന്നു. ഇത് ആവറേജ് ആണെങ്കിൽ ഇത് ആവറേജ് ആയിരിക്കും. ആവറേജിലൂടെ ആവറേജ് ആയിരിക്കും കൂട്ടേണ്ടത്. സമ്മാണ് 24 എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും 1 വെച്ച് കൂടാനുള്ള സമ്മാണ് അവർ കൊണ്ടുവന്നത്. അങ്ങനെ എത്ര പേരുണ്ട്? 6 പേരുണ്ട്. അവർ എക്സ്ട്രാ ആയിട്ട് എത്ര കൊണ്ടുവന്നേ? ആവറേജ് 4 കൊണ്ടുവന്നു. 24/6 37 4 41.5 ആയിരിക്കും ആ കൊണ്ടുവരുന്ന 6 പേരുടെ ആവറേജ് എന്ന് പറയുന്നത്. കാര്യം 41.5 കൊണ്ടുവന്നാലേ ആ എക്സ്ട്രാ 4നെ എടുത്ത് എന്ത് ചെയ്യാൻ പറ്റൂ? എക്സ്ട്രാ 4 ആവറേജിൽ 4. അങ്ങനെ 6 പേർക്ക് 4 വെച്ചുണ്ട്. അപ്പോൾ 24 എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റൂ? 1 വെച്ച് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ഇത് ആവറേജിൻ്റെ കൺസെപ്റ്റാണ്. ആവറേജ് ആ ഒരു ബേസ് ലെവലിൽ നമ്മൾ പഠിക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ ക്രക്സ് എന്ന് പറയും. അതാണിത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇത് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് പറയും. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ടും ചെയ്യും. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. എല്ലാം ബെസ്റ്റ് ക്വസ്റ്റ്യൻസാണ്. ഇത് ചെയ്യുന്ന എല്ലാം നിങ്ങൾക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു. 10ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ചെയ്തു. ഹോംവർക്കും തന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. എല്ലാ ക്ലാസ്സുകളും മാത്സിൻ്റെ ക്വാളിറ്റി ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും കണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.